താരൻ എത്ര ചികിത്സിച്ചാലും മാറാത്തൊരു അസുഖമായിട്ടാണ് എല്ലാവരും പറയണത്. എന്ന് പറഞ്ഞാൽ പല ഓയിലുകളും ഷാമ്പുവും മറ്റൊക്കെ യൂസ് ചെയ്യും. അത് ചിലപ്പോൾ ഒന്ന് കുറയും, വീണ്ടും വരും. ഭയങ്കര ഇടങ്ങാറാണ് എല്ലാവർക്കും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചൊറിച്ചിലാണ്. ചില ആൾക്ക് കഴുത്തിൽ ചൊറിച്ചിൽ വരും, എന്നിട്ട് കളറ് മാറും. ചില ആൾക്ക് പുരികത്തിൽ ചൊറിച്ചിൽ വരും, താടി രോമങ്ങളിൽ ചൊറിച്ചിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റിൽ മറ്റെവിടെയൊക്കെ രോമങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ താരൻ ഇറങ്ങിയിട്ട് ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര ശല്യമായിട്ട് മാറുകയാണ്. ചിലപ്പോൾ ഉറക്കത്തിൽ പോലും അറിയാതെ ചൊറിയുന്ന ശീലം ഈ താരൻ കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ താരന് ഇങ്ങനെ മാറാതിരിക്കാൻ. ചില ആളുകൾക്ക് ഡ്രൈ സ്കിന്നാണ്, തലയിലടക്കം ഭയങ്കര വരണ്ട ചർമ്മമായതുകൊണ്ട് അത് മാറുന്നില്ല. അല്ലെങ്കിൽ ഈ താരന് കാരണമാക്കുന്ന മലാസീസിയ ഫംഗസ് വളരെ കൂടുതൽ ചില ആളുകൾ തലയിലുള്ളത് കൊണ്ട് ഇത് മാറുന്നില്ല. ഈ ഭക്ഷണത്തിലുള്ള ഡയറ്റ് ആളുകൾക്ക് ശരിയല്ലാത്തത് കൊണ്ട് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചില മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ ഈ എക്സിമ, സോറിയാസിസ് പോലത്തെ അസുഖങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ താരൻ ഇങ്ങനെ മാറാതെ ഇത് തുടർന്ന് പോകുന്നത്. പല ഹോം റെമഡീസ് നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റും, പല ഇൻഗ്രീഡിയൻസുകൾ. അത് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ദന്തപ്പാലിൻ്റെ എണ്ണ, അല്ലെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര്, ആപ്പിൾ സിഡർ വിനെഗർ, കറ്റാർവാഴൻ്റെ ജെല്ല്, ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയങ്ങളിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിൻ്റെ 35 to 40 മിനിറ്റ്സ് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറക്കാൻ പറ്റുന്നതാണ്.